സമയം ഉച്ചക്ക് 1 മണി. എല്ലാത്ത വിശപ്പ്. ഇനിയിപ്പോൾ വീട്ടിൽ പോകാൻ സമയമല്ല. അപ്പോൾ സുഹൃത്ത് അനു നിളയിലുണ്ട്, നിള റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അവനെ വിളിച്ചു. അവിടെ എന്തെങ്കിലും ഉച്ചക്ക് കഴിക്കാൻ എന്തെങ്കിലും സംഭവങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി. അപ്പോൾ അവനെ വിളിച്ചു. അവൻ കോൾ എടുക്കുന്നില്ല. കുറേ ട്രൈ ചെയ്തു, ബിസി ആവണം. എന്താ ഒന്നുകൂടി വിളിച്ച് നോക്കാം. അനു സാർ, ഇന്ന് ലീവായി. എന്തൊക്കെ ഉണ്ടാവുക? അതല്ലടാ, എന്നാലേ എന്താ അവിടെ ഉച്ചക്ക് കഴിക്കാൻ പറ്റിയത്? ചോറുണ്ടാവും, പൊതിച്ചോറുണ്ടാവും, ചട്ടിച്ചോറുണ്ടാവും. പൊതിച്ചോറിന് പൊതിച്ചോറിന് 189. അതിലെന്തൊക്കെ? അതില് ചോറ്, കോഴി പീസ് ഉണ്ടാവും, മത്തി ഉണ്ടാവും, ചിലപ്പോ ഒരു ഉണക്കമീൻ ഉണ്ടാവും, മുട്ട ഉണ്ടാവും, പെരിയൽ ഉണ്ടാവും, കറി ഉണ്ടാവും, പപ്പടം ഉണ്ടാവും. കടയൊക്കെ സ്റ്റുഡിയോക്ക്. ഓക്കെ, ഈ നമ്പർ കൊടുത്താൽ മതിയോ? ഈ നമ്പർ കൊടുത്താൽ മതി. ഓക്കെ, ശരി. അങ്ങനെ പറഞ്ഞ സാധനം എത്തി. നിങ്ങളെന്നെ ഒരു 1:45 മണിയായി സാധനം എത്താൻ. പാക്കറ്റൊക്കെ അടിപൊളിയാണ്, നന്നായി പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പപ്പടം തോന്നുന്നു, പപ്പടമാണ്. ബില്ലുണ്ട്. പിന്നെ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ഈ കറികളൊക്കെ പാക്ക് ചെയ്തത് ഓരോന്ന് വെച്ചു. അതാ പാക്ക് ചെയ്തൊക്കെ നന്നായിട്ടുണ്ട്. ഇതാണ് റൈസ് കൊണ്ട് നല്ലത് ഓപ്പൺ ചെയ്തു. സംഭവം രക്ഷയിലൊക്കെ ഇടയിലാണ്. നല്ല വാട്ടിയ വാഴൻ്റെ ഇലയിലാണ് സംഭവം റെഡിയാക്കിയത്. അതിലൊരുപാട് ഐറ്റംസ് ഉണ്ട്. നല്ല സ്മെല്ല്, തുറന്നപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല്. പപ്പടമൊന്നും തണുത്ത് പോയിട്ടേ ഇല്ല, നല്ല പാക്കിംഗ് ആയിരുന്നു. മീനുണ്ട്, മത്തി മീനുണ്ട്, പിന്നെ കൊണ്ടാട്ടം, ഉണക്കമീൻ, ഓംലേറ്റ്, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ ഒരു 5-6 കറികളൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം അടിപൊളി. ചിക്കൻ ഉണ്ട്, ചിക്കനാണ് അത് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. ഇത് മോരുകറി പുളി. ഇത് മീൻ കറി, ഫിഷ് കറി. ഇത് ബീട്രൂട്ട്, എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. കുറച്ച് മീൻ കറി ചോറിലേക്കാണ് ഒഴിച്ച് അത് നല്ല കൂട്ടി പിടിച്ച്, ബീട്രൂട്ടും കുറച്ച് അതിൽ കഴിച്ച്, പിന്നെ കുറച്ച് മീൻ വറുത്തതും അതിലേക്ക് മിക്സ് ചെയ്ത് നല്ല കൂട്ടി പിടിച്ചിട്ടൊരു കഴിക്കൽ കഴിച്ചു. അത് കൊള്ളാം. പിന്നെ അടുത്തത് ചിക്കൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിലേക്ക് ചോറിലേക്ക് വെച്ചിട്ട് അതും കഴിച്ചു. പിന്നെ ഓംലേറ്റ് ഉണ്ട്, ഒരു ഉപ്പേരി, എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഐറ്റംസ് ഉണ്ട്. അത് ഈ മിക്സ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് മനസ്സിലാകുന്നില്ല. പിന്നെ അച്ചാർ അടിപൊളിയാണ്. പിന്നെ കൊണ്ടാട്ടമുണ്ട്. മോര് കറി വെച്ചിട്ട് കുറച്ച് പിടിക്കാം. മോര് കറി കിടില കേട്ടോ, തേങ്ങയ്ക്ക് അരച്ചിട്ടുള്ള മോര്. അതിൽ കുറച്ച് പപ്പടമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. പിന്നെ നമ്മളെ കൊണ്ടാട്ടം എന്നിട്ട് മിക്സ് ചെയ്യാം. കൊണ്ടാട്ടം ഒരു കഷ്ണം എടുത്തിട്ട് അതിലേക്ക് വെച്ചു, എന്നിട്ട് നല്ലൊരു പിടിച്ചു. ഒരു കിടില ഐറ്റംസ്. മോര് കറി എനിക്ക് ഇഷ്ടമായി. പിന്നെ അടുത്തത് നമുക്ക് ഓംലേറ്റ് എടുത്ത് കഴിക്കാം. ഓംലേറ്റ് മോരും മിക്സ് ചെയ്തിട്ട് റെഡി. അതും കൊള്ളാം, പൊളി സാധനം. അടുത്ത ഏതൊരു കൂട്ടുകറി, പിന്നെ തോരൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അച്ചാറും കൂട്ടിയിട്ടൊരു പിടിക്കാം. സംഭവം ഉഷാറ്, ഒരു രക്ഷയിട്ടാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. ഇതാണ് ഉണക്ക ചെമ്മീൻ ചമ്മന്തി. അങ്ങനെ ഒക്കെപ്പാടെ കൂട്ടി കഴിച്ചു. സംഭവം ഉഷാറ്. അങ്ങനെ പൊതിച്ചോറ് കിടില.